എൻ്റെ ക്യാമറ എല്ലാം എൻ്റെ ക്യാമറ അല്ല അജിയുടെ ക്യാമറ എടുത്തു അയക്കല്ലേ കിടക്ക് ഏപ്രിൽ 1 മുതൽ 12 വരെ നടക്കുന്ന പേരാമ്പ്ര ഫെസ്റ്റ് വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് വെറും റോഡും തോടും പാലങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കൽ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ആഘോഷമാക്കി മാറ്റുന്ന ഈ ഒരു പ്രവർത്തനത്തിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പെരുമ ഏപ്രിൽ 1 മുതൽ 12 വരെ വളരെ വിപുലമായ വിധത്തിൽ പേരാമ്പ്ര ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. പേരാമ്പ്ര പെരുമ അതിവിപുലമായിട്ട് വൻ ജനപങ്കാളിത്തത്തോട് പേരാമ്പ്ര നടത്തുകയാണ്. ഈ പേരാമ്പ്ര ഫെസ്റ്റിന്, പേരാമ്പ്ര പെരുമയ്ക്ക് ഒരു എളിയ ജനപ്രതി എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങൾ തരുന്നു. പേരാമ്പ്രയിൽ തുടങ്ങാൻ പോകുന്ന പേരാമ്പ്ര ഫെസ്റ്റ് പേരാമ്പ്ര പെരുമയ്ക്ക് പേരാമ്പ്രയിലെ ജനങ്ങളും വ്യാപാരികളൊക്കെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. വ്യാപാരോത്സവം പേരാമ്പ്രയിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു വ്യാപാരികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലുള്ളൊരു ഒരു ഉത്സവമാക്കി മാറ്റുന്നതിനും വ്യാപാരികളുടെ രംഗത്തുണ്ട്. ഈ ഒരു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന് നേതൃത്വത്തിലായിരിക്കുന്ന വ്യാപാരി ഫെസ്റ്റിനും വ്യാപാരി പെരുമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ 11-ാം തീയതി വരെ പേരാമ്പ്ര പെരുമ എന്ന പേരിൽ പേരാമ്പ്രയിലെ അപാരവൃദ്ധ ജനങ്ങളുടെയും ആഘോഷരാവുകളായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി വ്യാപാര ഫെസ്റ്റ്, അതുപോലെ തന്നെ നാടകം, മറ്റ് പരിപാടികൾ, വിപുലമായ പരിപാടികൾ നടക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്നാണ് പേരാമ്പ്ര പെരുമയുടെ ഭാഗമായിട്ട് നമ്മൾ സംഘാടക സമിതി ഓഫീസിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പേരാമ്പ്ര പെരുമയുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായ കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 27 മുതൽ പരിപാടികൾ ആരംഭിക്കുകയാണ്. മെഹന്തി ഫെസ്റ്റോട് കൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് നീതപൂർവ്വം അറിയിക്കുന്നു. ഈ ചടങ്ങുകളും അറിയിക്കുന്നു. നടക്കാൻ പോകുന്ന ഫെസ്റ്റ് അത് അമ്പിച്ച വിജയമാക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരും ഒറ്റക്കെട്ടായി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നമ്മളൊരു ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ, വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ മറ്റ രീതിയിൽ അത് ചെയ്യാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ട് ഇറങ്ങണം എന്നാണ് വിദ്യാഭ്യാസം. ഇന്നിപ്പം പേരാമ്പ്ര ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി അതിൻ്റെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ ഇതിനോടനുബന്ധിച്ച് വ്യാപാരോത്സവം നടക്കുന്നുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായൊരു സംഭവമാണ്. കാരണം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സമ്മാനത്തിൻ്റെ പെരുമഴ, ബമ്പർ സമ്മാനം ഉൾപ്പെടെ, അതുകൂടാതെ
QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വെന്റേഴ്സിനെ തിരഞ്ഞെടുത്ത് ഷോപ്പുകൾ സന്ദർശിക്കുന്ന രീതി, ഇതൊക്കെ പേരാമ്പ്രയ്ക്ക് പുതുമയാണ്. ഇതൊക്കെ തികച്ചും പേരാമ്പ്രയിലെ വ്യാപാര മേഖലയ്ക്ക് ഉണർവേകും. അതുപോലെ തന്നെ ഫെസ്റ്റ് പേരാമ്പ്രയുടെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പേരാമ്പ്ര പെരുമ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത്. തികച്ചും ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. പേരാമ്പ്രയ്ക്ക് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്നത് സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ മാന്ദ്യം അനുഭവിക്കുന്ന വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ ഈ ഫെസ്റ്റ് സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പേരാമ്പ്ര ഫെസ്റ്റ് നാടൊരുങ്ങിയിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഫെസ്റ്റിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ സംഘാടക സമിതി ഓഫീസ് ബഹുമാന്യായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പേരാമ്പ്രയിലെ ഈ പേരാമ്പ്ര പെരുമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രമായി നമ്മുടെ ഈ സംഘാടക സമിതി ഓഫീസ് മാറും. പേരാമ്പ്ര പട്ടണമാകമാനം ഇലുമിനേഷൻ ചെയ്തിരിക്കുകയാണ്. വ്യാപാരോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും കൂപ്പൺ ലഭിക്കും. 1000 രൂപയുടെ കച്ചവടം നടത്തിയാൽ ഒരു കൂപ്പൺ എന്നുള്ള നിലയിൽ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പേരാമ്പ്ര ടൗണിൽ എത്തിപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയാൽ കൂപ്പൺ ചോദിച്ചു വാങ്ങണം. കൂപ്പൺ ചോദിച്ചാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് സമ്മാനങ്ങൾ അടിക്കും. മാത്രവുമല്ല, ഏപ്രിൽ മാസം 30-ാം തീയതി വരെ നമ്മുടെ വ്യാപാരോത്സവം നീണ്ടു നിൽക്കും. ഏപ്രിൽ മാസം 30-ാം തീയതി കഴിഞ്ഞാൽ നമ്മളൊരു മെഗാ നറുക്കെടുപ്പ് നടത്തും. ആ മെഗാ നറുക്കെടുപ്പിൻ്റെ ഭാഗമായി ഒരു കാറാണ് 1-ാം സമ്മാനം, 2-ാം സമ്മാനം ബുള്ളറ്റാണ്. മറ്റ് നിരവധിയായ സമ്മാനങ്ങൾ ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വ്യാപാരോത്സവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. പേരാമ്പ്ര പെരുമ ചരിത്രത്തിൻ്റെ പേരാമ്പ്രയിൽ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും അപ്പുറത്തേക്ക് ആക്കി തീർക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ഓരോരുത്തരുടെയും, നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഈ ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിയുമായി ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പേരാമ്പ്ര പെരുമയുടെ സ്വാഗതസംഘ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഇവിടെ നിർവഹിച്ചു. പേരാമ്പ്ര പെരുമയുടെ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേരാൻ വേണ്ടി കഴിയും. വ്യാപാരോത്സവം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മറ്റ് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, പരിപാടികളുടെ നിയന്ത്രണം, സംഘാടനം എല്ലാം നടക്കുന്ന ഒരു കേന്ദ്രമായി ഈ സംഘാടക സമിതി ഓഫീസ് മാറാൻ വേണ്ടി പോവുകയാണ്. പേരാമ്പ്ര പെരുമ ഒരു വിപുലമായ ഫെസ്റ്റിവലാണ്. പേരാമ്പ്രയുടെ ടൂറിസം കൂടി ഭാവിയിൽ പ്രോത്സാഹിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പേരാമ്പ്ര പെരുമ സംഘടിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഗാ ഇവൻറ്റുകൾ 7-ാം തീയതി മുതൽ ഏപ്രിൽ 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പേരാമ്പ്രയിൽ നടക്കുകയാണ്. 1-ാം തീയതി മുതൽ തന്നെ നാടകോത്സവം ആരംഭിക്കുന്നു. പ്രധാന നാടകങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പരിപാടികൾ. 27-ാം തീയതി മുതൽ മാർച്ച് 27-ാം തീയതി മുതൽ ചലച്ചിത്രോത്സവം ആരംഭിക്കുന്നു. ഗ്രാമാന്തരങ്ങളിൽ ചലച്ചിത്രം എത്തുന്നു എന്നതോടൊപ്പം തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് പേരാമ്പ്രയിൽ നിന്ന് മാഞ്ഞുപോയ വർഷ തിയേറ്റർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി തുറക്കുകയാണ്. അതും പുതിയ അനുഭവമായി മാറുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വിപുലമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതേ പാനലും സഹകരണവുമെല്ലാം പേരാമ്പ്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനുമുണ്ട്. അതോടൊപ്പം പുസ്തകോത്സവം, അഡ്വഞ്ചർ സ്പോർട്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഡ്വഞ്ചർ ഐറ്റം വിവിധങ്ങളായി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മഡ്സ് ഫുട്ബോൾ, മഡ് റേസിംഗ്, അതുപോലെ തന്നെ ഓഫ് റോഡ് തുടങ്ങിയ നിരവധി ഓരോന്നോരോന്നായി വിശദീകരിക്കുക എന്നത് തന്നെ പ്രയാസമാണ്. പേരാമ്പ്ര പെരുമയിൽ നമുക്ക് ആനന്ദമുണ്ടാക്കുന്ന പഠനാർഹമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, അതുപോലെ തന്നെ ഹോമിയോ കോളേജ് സംയുക്തമായിട്ടുള്ള മെഡിക്കൽ എക്സിബിഷൻ, മെഗാ മെഡിക്കൽ എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, കരിയർ ഫെസ്റ്റ്, കേരളത്തിലെയും രാജ്യത്തിലെയും അറിയപ്പെടുന്ന ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെടുന്നത്. തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ, റോബോട്ടിക് ഷോ, അതുപോലെ തന്നെ മറ്റ് അമ്യൂസ്മെൻറ്റ് എല്ലാം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകണം. നമുക്കങ്ങനെ ഒരുമിച്ച് ചേരാനുള്ള ഒരു കേന്ദ്രമായി ആണ് ഈ സംഘാടക സമിതി ഓഫീസ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്.
പേരാമ്പ്ര പെരുമയുടെ ഭാഗമായിട്ട് ഏപ്രിൽ 1 മുതൽ 12 വരെ വൈവിധ്യമാർന്ന പരിപാടികൾ പേരാമ്പ്ര ടൗണിൽ നടക്കുകയാണ്. ഒരുപാട് പരിപാടികളുണ്ട്. അതിൽ നമ്മൾ പേരാമ്പ്രയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടു കൂടി 40ഓളം ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ട് ചിത്രകലാ ക്യാമ്പ് പേരാമ്പ്ര GP സ്കൂളിൽ വെച്ചിട്ട് ഈ മാസം 30-ാം തീയതി നമ്മൾ നടത്തുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. അവിടുന്ന് നമുക്ക് നമ്മുടെ 40ഓളം ചിത്രകാരന്മാർ വരച്ച് കിട്ടുന്ന ചിത്രങ്ങൾ മുഴുവനും നമ്മൾ പേരാമ്പ്ര പഞ്ചായത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആർട്ട് ഗാലറിയിലേക്കാണ് നമ്മളത് സമർപ്പിക്കുക. അത് നമ്മളിവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു ആർട്ട് ഗാലറി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന 3ാമത്തെ ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മാറുകയാണെന്നുള്ള സന്തോഷം കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് ഏതർത്ഥത്തിലും നമ്മുടെ പേരാമ്പ്ര പെരുമയുടെ ഭാഗമായി നടത്തുന്ന ചിത്രകലാ ക്യാമ്പും അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ചിത്രകലാ പ്രദർശനവും ഉറപ്പായിട്ടും ഏറ്റവും പേരാമ്പ്ര ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ചിത്രത്തിൻ്റെ പരിപാടിയായിരിക്കും. മാത്രമല്ല നമുക്ക് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ലളിതകലാ അക്കാദമി ചെയർമാൻ ശ്രീ മുരളി ചീരോത്ത് എത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായൊരു പരിപാടിയായിരിക്കും ചിത്രകലാ ക്യാമ്പും അതിൻ്റെ പ്രദർശനവും. അതിലേക്ക് എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ അതിലേക്ക് കൂടി ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുക. പേരാമ്പ്ര പെരുമയുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം വളരെ ഷെഡ്യൂൾ പാലിച്ചുകൊണ്ട് 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ അക്ഷരാർത്ഥത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യുവജനങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, യൂത്ത്, അത് മിഡിലായിട്ടുള്ള ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റാണ് പേരാമ്പ്ര ഫെസ്റ്റ്. പേരാമ്പ്ര പെരുമയായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടകമാണ് തുടങ്ങുന്നത്. 1, 2, 3 തീയതികൾ തുടങ്ങുന്നത് നാടക ഫെസ്റ്റാണ്. അതിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ആ നാടകത്തിൽ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദലീമ MLA പാട്ടുകാരിയാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ആ നാടക ഫെസ്റ്റിലേക്ക് വരുന്നത്. അവർ നാടക ഗാനമേളയുണ്ട്, അതിൻ്റെ ചിത്രാവിഷ്കാരമുണ്ട്. 2ാമത്തെ ദിവസം നാടകത്തിൻ്റെ 3ാമത്തെ ദിവസം നല്ല നാടകത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകമാണ് മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം. എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഒരു സ്റ്റേജ് ആ നാടകം മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകത്തിൻ്റെ വലിയൊരു ഓഡിയൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് 5-ാം തീയതി മുതൽ ഏകദേശം 12-ാം തീയതി വരെ വ്യത്യസ്തമായ പരിപാടികളാണുള്ളത്. കുടുംബശ്രീ മേള അതുപോലെയുള്ള പരിപാടികൾ തുടങ്ങി, കുടുംബശ്രീ കലോത്സവം തുടങ്ങി ഏറ്റവും അവസാനത്തെ മെഗാ ഇവൻ്റ് വരെ തുടർന്ന വലിയ പരിപാടികളാണ് പേരാമ്പ്ര പെരുമയോട് അനുബന്ധിച്ചുള്ളത്. ഇതുവരെ പേരാമ്പ്ര കാണാത്ത മെഗാ ഇവൻ്റുകൾ, ഏറ്റവും വലിയ ഇവൻ്റുകളാണ് പേരാമ്പ്ര വരാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കുന്ന രീതിയിൽ കൂടി.